നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായില്ല. അപ്പൊ എന്താണ് അഭിപ്രായം നമ്മുടെ വർക്കിനെ കുറിച്ച്? വർക്ക് ഞാൻ കുറെ നാളായിട്ട് നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുമായിരുന്നു, ഓരോ വർക്കിന്റെ. അപ്പൊ നമുക്ക് ഒരു വിശ്വാസം വന്നുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തെ ഞങ്ങൾ സമീപിച്ചത്. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഇതൊക്കെ ഒരു വിശ്വാസം. ഓരോ വീഡിയോകൾ ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് പല ആൾക്കാരുടെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടോ? വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കാതെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ തുറവൂർ അടുത്തായിട്ട് വരും. നമ്മൾ വന്നേക്കുന്നത് എപ്പോഴും ചെയ്യുന്ന പോലുള്ള വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ തന്നെയാണ്. നമ്മളിത് നിൽക്കുന്നത് സൈറ്റിൽ തന്നെയാണ്, സൈറ്റിൽ ടെറസിന്റെ മേലെ ഉണ്ടാ. കുറച്ച് നല്ല വെയിലുണ്ട്, അപ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. 2 ടാങ്ക് ഉണ്ട് അടുത്ത് തന്നെ. 1000 ലിറ്ററിന്റെ 2 ടാങ്കാണ്. അങ്ങനെ 2000 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 1354 2 വെസലൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കാലത്തെ പോകുന്നതാണ്. അവിടെ നിന്ന് ഒരു 5 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. മഴയുടെ ചെറിയൊരു മഴക്കോളുണ്ട്, അതുപോലെ തന്നെ വെയിൽ നന്നായിട്ടുണ്ട്. മാറി മറിഞ്ഞാൽ നിൽക്കുന്ന കാലാവസ്ഥ. അപ്പൊ മഴ ഒക്കെ പെയ്യണേക്ക് മുന്നേ നമുക്ക് ഇത് വർക്ക് തീർക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ചെയ്യുന്ന പോലുള്ള 1354 ടാറ്റയുടെ വെസൽ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ മജീദിക്കാണ്, മിസ്റ്റർ അബ്ദുൾ മജീദ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇതുപോലെ കണ്ടത്, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന വ്യക്തിയാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ട്, യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട്, ആ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചതാണ് കേട്ടോ. ഒട്ടുമിക്ക വർക്കുകളും നമ്മളുടെ ഇങ്ങനെ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ട് നേർ പരിചയം പോലില്ലാത്ത ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു വിശ്വാസത്തിന്റെ പുറത്തിലാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ കാലത്ത് തന്നെ സൈറ്റിലെത്തി. ഇക്ക വിളിച്ച് പറഞ്ഞതിന്റെ ഒരു സ്ഥലം നമ്മൾ വന്നു. നമുക്ക് ഇന്നൊരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡേറ്റിന്റെ ഒരു സ്ഥലം നമ്മൾ എത്തി. വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 2 സോഴ്സ് ആണ്. ഒന്ന് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കുഴൽ കിണറും. അപ്പൊ 2ന്റെ ക്വാളിറ്റി നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 2ന്റെ അകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ വെള്ളമാണെങ്കിൽ കൂടിയും അതിനകത്ത് കോളിഫോം ബാക്ടീരിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം അയേണും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ടർബിഡിറ്റി ഉണ്ട്. പിന്നെ ബാക്കി TDS-ഉം കണ്ടക്ടിവിറ്റിയൊക്കെ നമുക്ക് കുഴൽ കിണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഇതൊക്കെയാണ് ഈ ജപ്പാൻ കുടിവെള്ള ലൈനകത്തുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ നമ്മുടെ കുഴൽക്കിണറിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടർബിഡിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടർബിഡിറ്റി ഉണ്ട്, ബാക്ടീരിയ സാന്നിധ്യം ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലബ് ചെയ്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിലവിൽ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വരുന്ന വെള്ളം നമുക്ക് എപ്പോഴും കിട്ടാറില്ല. ഇപ്പൊ ഇന്ന് വന്നെന്ന് പറയുന്നുണ്ട്, ഇന്ന് അത്യാവശ്യം വെള്ളം വന്നെന്നാണ് പറഞ്ഞത് കസ്റ്റമർ. പക്ഷെ ഡെയിലി എപ്പോഴും കിട്ടാറില്ല സാധനം. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ പൈപ്പ് ലൈനിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഒരു കറക്റ്റായിട്ട് അത് കിട്ടാറില്ല. അപ്പൊ നമുക്ക് ക്ലബ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വർക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും സമയം കളയാനില്ല, നേരെ നമുക്ക് വർക്കിലായിട്ട് പോകാം. ബയോ. അപ്പൊ അതായത് നമ്മുടെ മെറ്റീരിയലൊക്കെ ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചാൽ കേട്ടോ. നമ്മുടെ മെന്നോട്ട് ഉണ്ട്, കാർബൺ ഉണ്ട്, കാറ്റലോഗ്സ് ഉണ്ട്, ബാക്കി സപ്പോർട്ടിംഗ് മീഡിയാസ് എല്ലാം ഉണ്ട്. അപ്പൊ അതേ വെസൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ കുറച്ച് ഷെയ്ഡ് കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ലൈനെ നമ്മൾ നേരിട്ട് പിടിച്ച് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ആ ലൈൻ ഇവിടെ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു വാൽവും കൊടുക്കും. പിന്നെ മോട്ടർ ലൈൻ നമ്മൾ എടുക്കുന്നുണ്ട് പ്രഷർ ബാക്ക് ഓപ്ഷൻ ആയിട്ട്. അതൊക്കെ വഴിയെ കാണിച്ചു തരാം.
അപ്പൊ കൂടാതെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടോ. നമ്മൾ മീഡിയ എല്ലാം ഫില്ല് ചെയ്തു, അതിനുശേഷം പ്ലംബിങ്ങിന്റെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വഴിയെ. ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഗ്രാവിറ്റിയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ 2 ക്യാപ്സൂൾ ടാങ്ക് ഉണ്ട്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു. 1000 ലിറ്ററിന്റെ കപ്പാസിറ്റിയാണ്. അപ്പൊ 2000 ലിറ്റർ സ്റ്റോറേജ് നമുക്കുണ്ട്. അവിടെ നിന്ന് വരുന്ന ലൈനിൽ നമ്മൾ വാൽവ് എല്ലാം കൊടുത്ത് ഗ്രാവിറ്റി തന്നെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ബൈ. നമ്മളുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ വെസൽ ബാക്ക് വാഷ് മോഡിൽ ഇട്ടിട്ടുണ്ട്. എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെസൽ നിറഞ്ഞ് വെസൽ കഴിയുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വെസലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഹോസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പോകാനായിട്ട്. അപ്പൊ നമ്മുടെ പുറത്തേക്കാണ് അതിന്റെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഇതിന് നമുക്ക് അകത്തേക്ക് ഇടാം. അപ്പൊ നമുക്ക് പുറത്ത് കാണാൻ പറ്റും അത് വെള്ളം വന്നത്. കണ്ടില്ലേ, നമ്മുടെ മീഡിയ വാഷ് ഔട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ വാഷ് ചെയ്ത് അഴുക്ക് വെള്ളമാണ് പോകുന്നത്. ഇനി അതൊന്ന് നോർമൽ ആയതിനു ശേഷം മാത്രമേ അടുത്ത ഫിൽറ്ററിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൂടാതെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മള് ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞു, ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ കാണിച്ചു കേട്ടോ. വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് ക്വാളിറ്റി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വെള്ളം ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കാണത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മുടെ കസ്റ്റമർ റെക്രൂട്ടഡ് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 2 വെള്ളവും, അതായത് നമുക്ക് 2 സോഴ്സാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലൈനും അതേപോലെ തന്നെ ബോർവെല്ലും, രണ്ടിലും അത്യാവശ്യം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നമുക്ക് ടാങ്ക് ഒക്കെ നിറച്ചിടാൻ പറ്റി. അതുപോലെ തന്നെ റിസർവയറിലും കുറെ വെള്ളം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ക്വാളിറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. കസ്റ്റമർ നമ്മുടെ അബ്ദുൾ മജീദ്, അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം വർക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ, എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുപോലെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഡീലിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയം ഇന്ന് ഇവിടെ ഈ സൈറ്റിൽ വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടത് തന്നെ. വർക്കൊക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ട് നമുക്ക് ഈ വർക്ക് തന്നത്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലത്. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായില്ല? അത് എന്താണ് അഭിപ്രായം നമ്മുടെ വർക്ക്? ഞാൻ കുറെ നാളായിട്ട് നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുമായിരുന്നു, ഓരോ വർക്കിന്റെ. നമുക്ക് ഒരു വിശ്വാസം വന്നുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തെ ഞങ്ങൾ സമീപിച്ചത്. കുറെ നാളായിട്ട് ഇവിടെ ജപ്പാൻ വെള്ളം ഇല്ലായിരുന്നു, ബോർവെല്ലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതിനും മണവും മഞ്ഞക്കളറും ഇല്ലായിരുന്നു. ഈ മിനിഞ്ഞാന്ന് മുതലാണ് ജപ്പാൻ വെള്ളം വരാൻ തുടങ്ങിയത്. അത് മിക്സ് ചെയ്യാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് മാറ്റുന്നതിനായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഇവരൊക്കെ ഒരു വിശ്വാസം. ഓരോ വീഡിയോകൾ ഇങ്ങനെ കണ്ട് നമുക്ക് പല ആൾക്കാരെ നമ്മൾ കണ്ടു. അതെ, ഞാൻ ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരും അബ്രോഡിലുള്ള എല്ലാവരും വിളിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് പരിചയം പോലും ഇല്ല. ചിലപ്പോൾ സൈറ്റിലെത്തുമ്പോഴാണ് നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇതാവണത്. അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് വരുന്നുണ്ട്. ഞാൻ ഒരു വിശ്വാസമുള്ള ഇഷ്ടപ്പെട്ടോ? വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ കൂട്ടുകാർ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കത്തില്ല. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.